മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ കേട്ട വചനം കാനായിലെ വിവാഹ അവസരത്തിൽ അമ്മ ഇടപെടുന്ന നിമിഷങ്ങളെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1950 നവംബർ 1 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യകാമറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗമഹത്വത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഇത് ഇന്ന് സഭയുടെ വിശ്വാസ സത്യമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ തിരുനാൾ സഭ ആഘോഷിച്ചിരുന്നു. എന്നാൽ അത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായത് 1950 നവംബർ 1. ഈ പാരമ്പര്യം ആരംഭിച്ചത് ജെറുസലേമിലാണ്, 434 AD എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ കേട്ട വചനം എന്താണ്? അവൻ പറയുന്നത് ചെയ്യുക. അതാണ് അമ്മയുടെ ആഹ്വാനം. ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പരിഹരിച്ചെടുക്കേണ്ടത് എന്റെ കടമയായിട്ട് അമ്മ കരുതുകയാണ്. അതിനമ്മ ചെയ്തത് ഈശോയിലേക്ക് വിരമിച്ചുകൊണ്ടുകയാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമുക്ക് ബോധ്യമുള്ളതുപോലെ സാധാരണ അടുക്കളയിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് അബ്സോർബർ ടവൽ. അത് ഉപയോഗിച്ച് സ്ത്രീകള് അവിടെ എല്ലാം തുടയ്ക്കും. അതിനായിട്ടാണ് ഉപയോഗിക്കുക. വെള്ളവും അഴുക്കും ഒക്കെ ഒപ്പിയെടുക്കുവാൻ അതിന് സാധിക്കും. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അമ്മ ആ വീട്ടിൽ വീഞ്ഞു തീർന്നതാണ് പ്രശ്നം അവിടുത്തെ. അത് ആരോടും ഒന്നും പറയാതെ ആ പ്രശ്നം മുഴുവനായിട്ടും അമ്മ ഏറ്റെടുക്കുകയാണ്. ഇതാണ് മരിയം സാന്നിധ്യം. അമ്മയുടെ മധ്യസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങള് അവനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ അമ്മ വിരച്ചുണ്ടെന്നത് ഈശോയിലേക്കാണ് എന്നാണ് ഞാൻ കൊണ്ടുവന്ന ചിന്ത. ഈ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരം മനുഷ്യന്റെ മഹത്വീകരണം ആദ്യമായി നിറവേറ്റുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. നമ്മുടെ യുഗാന്ത്യത്തിൽ ലഭിക്കാൻ പോകുന്ന മഹത്വീകരണത്തിലേക്കാണ് മാതാവിന്റെ സ്വർഗാരോപണം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. നമ്മുടെ ആ ജീവിതത്തില് അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.